നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 9ാം തരത്തിലെ കേരള പാഠാവലി 2ാം ഭാഗം 5ാമത്തെ യൂണിറ്റ് വിടില്ല ഞാനീ രശ്മികളെ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇനി പഠിക്കാനുള്ളത്. പ്രശസ്ത കഥാകാരി ഗ്രേസി രചിച്ച തത്തക്കൂട്ട് എന്ന കഥയാണ് പാഠഭാഗം. നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. 5ാമത്തെ യൂണിറ്റ് വിടില്ല ഞാനീ രശ്മികളെ. ഈ യൂണിറ്റിന് പ്രവേശകമായി ഒരു കവിത കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. ഋതുമേഘങ്ങൾ. ഷട്ടറുകൾ തുറക്കുന്നു, ഞാൻ തെരുവിൻ്റെ ഓരങ്ങളിൽ അന്തിയുറങ്ങുന്ന ആളുകളെ ഓർക്കുന്നു. കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിൻ്റെ പടിയിൽ തലചായ്ച്ചുറങ്ങുന്നവരെ, അവരുടെ തീരാ ദുരിതത്തിന് ആശ്വാസമേകാൻ ആരുണ്ട്? ആൺനദി, വിജയരാജമല്ലിക. അശരണരായ സഹജീവികളെക്കുറിച്ച് കരുതലുള്ളവരാണോ നമ്മൾ എല്ലാവരും? പ്രതികരിക്കുക. തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ, അനുഭവങ്ങളെ കവിതകളായി ആവിഷ്കരിച്ച പുതിയ കാലഘട്ടത്തിലെ ട്രാൻസ്ജെൻഡർ കവിയാണ് വിജയരാജമല്ലിക. അവരുടെ ആൺനദി എന്ന കവിതാ സമാഹാരത്തിലെ ഋതുമേഘങ്ങൾ എന്ന കവിതയിലെ ഭാഗമാണ് പ്രവേശകമായി നൽകിയിരിക്കുന്നത്. ചിത്രം ശ്രദ്ധിക്കുക. തെരുവു ജീവിതത്തിൻ്റെ ദൈന്യത തെളിയുന്ന ചിത്രമാണത്. വരികളിലും ഈ ആശയം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് തെരുവോരങ്ങളിൽ. വേണ്ട രീതിയിലുള്ള ഭക്ഷണമോ സംരക്ഷണമോ കയറിക്കിടക്കാൻ ഒരു ഇടമോ പോലും ഇല്ലാത്ത തെരുവോരങ്ങളിൽ കഴിയുന്ന ജീവിതങ്ങൾ. നമ്മൾ സുരക്ഷിതരായി ഒരു മേൽക്കൂരയ്ക്ക് താഴെ കിടന്നുറങ്ങുമ്പോൾ ഇതൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അത് കാണാനുള്ള അകക്കണ്ണുണ്ടാകണം എന്ന ആശയമാണ് വരികളിൽ തെളിയുന്നത്. ഇത്തരത്തിൽ തെരുവോരങ്ങളിൽ കഴിയുന്നവരോട് നമ്മൾ കരുതലുള്ളവരാണോ എന്നാണ് ചോദ്യം. സഹജീവികളോടുള്ള കാരുണ്യവും പ്രയാസങ്ങളിലെ ചേർത്തുപിടിക്കലുമാണ് ഒരാളെ മനുഷ്യസ്നേഹിയാക്കി മാറ്റുന്നത്. മനുഷ്യത്വം ഉള്ളവരായിരിക്കുക, ഇത്തരത്തിലുള്ള ജീവിതങ്ങളെ അറിയാനും അവരെ പറ്റുന്ന രീതിയിൽ സഹായിക്കാനും കഴിയുന്നവരായിരിക്കണം നമ്മളെല്ലാവരും എന്ന ആശയമാണ് വരികളിൽ തെളിയുന്നത്. ഇനി നമുക്ക് എഴുത്തുകാരിയെ പരിചയപ്പെടാം. ഗ്രേസി. മലയാളത്തിലെ പ്രശസ്ത കഥാകൃത്തും എഴുത്തുകാരിയും അധ്യാപികയുമാണ് ഗ്രേസി. 1951 അവരുടെ ജനനം. പെൺപക്ഷത്തിൻ്റെ വികാരം പ്രതിഫലിക്കുന്ന എഴുത്തുശൈലിയാണ് അവരുടേത്. സ്ത്രീ ശരീരത്തെയും ലൈംഗികതയെയും കുറിച്ചുള്ള തുറന്ന എഴുത്തുകൾ ഗ്രേസിയുടെ നിരവധി കഥകളിൽ കാണാം. എന്നാൽ മലയാളത്തിലെ മറ്റുള്ള എഴുത്തുകാരികളുടെ പതിവ് രീതികളിൽ നിന്ന് മാറി നടന്ന് വേറിട്ട വിഷയങ്ങളിലൂടെയും ശൈലിയിലൂടെയും കഥകൾ എഴുതുന്നത് ഗ്രേസിയെ വ്യത്യസ്തയാക്കുന്നു. പ്രധാന കൃതികൾ: പടിയിറങ്ങിപ്പോയ പാർവതി, ഇത് അവരുടെ ആദ്യത്തെ കൃതിയാണ്. നരകവാതിൽ, ഭ്രാന്തൻ പൂക്കൾ, 2 സ്വപ്നദർശികൾ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണിത്. കാവേരിയുടെ നേര്, പനിക്കണ്ണ്, 7 പെൺകഥകൾ, മൗനവും സംസാരിക്കാറുണ്ട്, ഓർമ്മക്കുറിപ്പാണിത്. അബദ്ധസഞ്ചാരികൾക്ക് ഒരു കൈപ്പുസ്തകം, ഇതും ഓർമ്മക്കുറിപ്പ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഒരു ചെറിയ ജീവിതത്തിൻ്റെ ശിരോരേഖകൾ, ആത്മകഥയാണ്. ഗ്രേസിയുടെ കഥകൾ: മൂത്രത്തീക്കര, ഉടൽ വഴികൾ, പ്രണയം 5 അടി 7 ഇഞ്ച്, ഗൗളിജന്മം, ഗ്രേസിയുടെ കുറും കഥകൾ, വാഴ്ത്തപ്പെട്ട പൂച്ച, കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതിയാണിത്. പറക്കും കാശ്യപ്, 2 ചരിത്രകാരന്മാരും ഒരു യുവതിയും. കഥ തുടങ്ങുന്നതിന് മുമ്പായി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം, അതിൻ്റെ ആശയം മനസ്സിലാക്കാം. ഞങ്ങളും നിങ്ങളുമായി മാറി നിൽക്കാതെ നമ്മൾ ഒന്നാവുമ്പോഴാണ് യാതനകളെയും വേദനകളെയും മറികടക്കാൻ കഴിയുന്നത്. ഞങ്ങളും നിങ്ങളും എന്ന മനോഭാവം പുലർത്തുമ്പോഴാണ് ചിലർ ഒറ്റപ്പെട്ടു പോകുന്നത്. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ തീർച്ചയായും കഴിയും. കൈത്താങ്ങും പരിഗണനയും ഉൾച്ചേർക്കലും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഈ ആശയമാണ് ഈ വരികളിൽ തെളിയുന്നത്. തത്തക്കൂട്ട് എന്ന ചെറുകഥയെക്കുറിച്ച് മനസ്സിലാക്കാം, അതിനുശേഷം കഥ വായിക്കാം. കൂട്ടായ്മ കൊണ്ട് യാതനകളെയും വേദനകളെയും മറികടന്നതിൻ്റെ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. സങ്കീർണമായ ജീവിതാവസ്ഥകളിൽ മനുഷ്യന് കൂട്ടാവാനും സ്നേഹവും സന്തോഷവും പകരാനും മനുഷ്യേതര കഥാപാത്രങ്ങൾക്കും കഴിയും.
ഇത്തരമൊരു കഥയാണ് പ്രശസ്ത കഥാകാരിയായ ഗ്രേസിയുടെ തത്തക്കൂട്ട്. ഇനി നമുക്ക് കഥ വായിക്കാം. എനിക്കാദ്യം പോണം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ആദ്യം അങ്ങ് പോയി. കുട്ടിക്കൃഷ്ണൻ ഒറ്റയ്ക്കായി. തത്തക്കൂടിൻ്റെ വാതിൽ തുറന്ന് അയാൾ പറഞ്ഞു, ഇനി നീയായിട്ടെന്തിനാ, നീയും പൊയ്ക്കോ. പക്ഷേ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ഒന്ന് നോക്കി അത് കൂട്ടിൽ തന്നെ മുനിഞ്ഞിരുന്നതേയുള്ളൂ. ഇതിനു മുമ്പും അയാൾ തത്തയെ തുറന്നു വിട്ടിട്ടുണ്ട്, ഒന്നല്ല 2 വട്ടം. കഥ തുടങ്ങുന്നത് ഭാഗ്യലക്ഷ്മി എന്ന കഥാപാത്രത്തിൻ്റെ വേർപാട് സൂചിപ്പിച്ചുകൊണ്ടാണ്. കുട്ടിക്കൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയാണ് ഭാഗ്യലക്ഷ്മി. വൃദ്ധ ദമ്പതിമാരാണ് ഇരുവരും. അതിൽ ആദ്യം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയത് ഭാഗ്യലക്ഷ്മിയാണ്. എനിക്കാദ്യം ഈ ലോകത്ത് നിന്ന് വിട പറയണം എന്ന് അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ അങ്ങ് പോയി. അവർക്കുണ്ടായിരുന്ന കൂട്ടാണ് കൂട്ടിനകത്തുള്ള തത്ത. ഇനി നീയായിട്ടെന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് നീയും പൊയ്ക്കോ എന്ന് കുട്ടിക്കൃഷ്ണൻ പറയുന്നു. തന്നെ തനിച്ചാക്കി ഭാര്യ പോയിരിക്കുന്നു. തനിക്കിനി കൂട്ടായിട്ടുള്ളത് ഈ തത്ത മാത്രമാണ്. ഇനി അവളും തനിക്ക് വേണ്ട എന്നുള്ള നിർവികാരതയാണ് അവിടെ കുട്ടിക്കൃഷ്ണൻ ഉള്ളത്. അതുകൊണ്ട് അയാൾ കൂട് തുറന്നു കൊടുക്കുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടല്ല കൂട് തുറന്ന് തത്തയെ സ്വതന്ത്രമാക്കാൻ അയാൾ ശ്രമിക്കുന്നത്. ഇതിനു മുമ്പ് 2 തവണയും അയാൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തത്തയാവട്ടെ സ്വാതന്ത്ര്യത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ പോലും ആകാശത്തേക്ക് പറന്നുയരാതെ മുനിഞ്ഞിരുന്നതേയുള്ളൂ. അതിനുള്ളിൽ തന്നെ അത് ചടഞ്ഞുകൂടിയിരുന്നു. ഇനി തത്തയെ എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. തുടർന്ന് വായിക്കാം. 5-6 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. നട്ടുച്ചയ്ക്ക് ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് അയാൾ മയങ്ങുകയായിരുന്നു. മുറ്റത്തിൻ്റെ ഇറമ്പിൽ അവനവനിലേക്ക് തന്നെ നോക്കി നെടുവീർപ്പിട്ട് നിൽക്കുന്ന കൊന്ന തെങ്ങിൻ്റെ ചോട്ടിൽ കാക്കകളുടെ കലമ്പലും ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലും അയാളെ കൊത്തിയുണർത്തി. എന്താ എന്ന് ഉറക്കപ്പിച്ചോടെ അയാൾ ചാടി എണീറ്റ് മുറ്റത്തേക്കിറങ്ങി. ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നതാണ് അയാൾ കണ്ടത്. അടുത്തു ചെന്നതോടെ കാക്കക്കൂട്ടം പറന്നുമാറി അടുത്ത മരക്കൊമ്പുകളിലിരുന്ന് അയാളെ ഉറക്കെ ശകാരിച്ചു. തത്തക്കുഞ്ഞ് ചോരയൊലിപ്പിച്ച് കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കിടക്കുന്നത് അയാൾ വിഷണ്ണനായി നോക്കി നിന്നു. എന്തുകൊണ്ടോ മൂത്ത മകനെ ആശുപത്രിയിലെ പ്രസവമുറിയിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന രംഗമാണ് അപ്പോഴയാൾക്ക് ഓർമ്മ വന്നത്. അയാൾ കുനിഞ്ഞ് തത്തക്കുഞ്ഞിനെ കയ്യിലെടുത്തു. അതിൻ്റെ നെഞ്ച് ചെറുതായി മിടിക്കുന്നത് കണ്ട് അയാൾ ആശ്വസിച്ചു. ഉമ്മറത്തേക്ക് കയറുമ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു. നട്ടുച്ചയ്ക്ക് ചാരുകസേരയിൽ ഇരുന്ന് ഒരു ഉച്ചമയക്കത്തിൻ്റെ ആലസ്യത്തിൽ കിടക്കുമ്പോഴാണ് അയാൾ ആ ശബ്ദം കേൾക്കുന്നത്. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലും കാക്കകളുടെ കലമ്പലും. നോക്കിയപ്പോഴാണ് ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ അടുത്തേക്ക് ചെല്ലുന്നു. ദേഹമാസകലം ചോരയൊലിപ്പിച്ച് കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കിടക്കുന്ന തത്തയെയാണ് അയാൾ കണ്ടത്. പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നത് മൂത്ത കുഞ്ഞിനെ, തൻ്റെ മൂത്ത പുത്രനെ നേഴ്സ് പ്രസവമുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ആ രംഗമാണ്. അപ്പോൾ ആദ്യമായി തൻ്റെ കുഞ്ഞിനെ കണ്ടതിലുള്ള ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ആ ഒരു അത്ഭുതമോ ഒക്കെയാണ് ഈ തത്തക്കുഞ്ഞിനെ കണ്ടപ്പോഴും അയാൾക്ക് ഉണ്ടായത്. അത് ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിലുള്ള പിതൃസഹജമായ വാത്സല്യത്തെയാണ് കാണിക്കുന്നത്. ഉടനെ അതിനെ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി ഉറക്കെ വിളിച്ചു. ഭാഗ്യലക്ഷ്മി കിടപ്പുമുറിയിൽ ഒന്ന് മയങ്ങാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ഈർഷ്യയോടെ എന്താ കുട്ടി എന്ന് കടുപ്പിച്ച് പുറത്തേക്ക് വന്നു. ഈർഷ്യ, ദേഷ്യം. ഭാഗ്യലക്ഷ്മി ഭാര്യയാണ്. ആ തത്തക്കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഭാര്യയെ അദ്ദേഹം വിളിച്ചു. പക്ഷേ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് തന്നെ തെല്ലൊരു ദേഷ്യത്തോടു കൂടി എന്താ കുട്ടി എന്നിങ്ങനെ കടുപ്പിച്ച് ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുന്നു. കുട്ടി എന്ന് വിളിച്ചത് ഇവിടെ കഥാപാത്രത്തിൻ്റെ കുട്ടിക്കൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ ആദ്യത്തെ പേരായിരിക്കാം. സ്നേഹവാത്സല്യത്തോടു കൂടി വിളിച്ചതാവാം. വൃദ്ധ ദമ്പതിമാരാണ് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും. അവരുടെ ജീവിത സായാഹ്നത്തിൽ അവർക്കരികിൽ മക്കളോ പേരക്കുട്ടികളോ ഒന്നും അരികിലില്ല. അതുകൊണ്ട് അവർ പരസ്പരം സ്നേഹിച്ച് കഴിയുന്നു. പരസ്പരം ആ കൊടുക്കാനുള്ള കുഞ്ഞുങ്ങൾക്കും പേരക്കുട്ടികൾക്കും കൊടുക്കാനുള്ള സ്നേഹം അവർക്ക് പരസ്പരം കൈമാറുകയല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല.
അങ്ങനെ ഇരിക്കുന്ന ആ വൃദ്ധദമ്പതിമാരുടെ ജീവിതത്തിലേക്കാണ് അപ്രതീക്ഷിതമായി ഈ തത്തക്കുഞ്ഞ് കടന്നു വരുന്നത്. കുറച്ച് പഞ്ഞിയും മഞ്ഞൾപ്പൊടിയും കൊണ്ടാ എന്ന് കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് കൽപ്പിച്ചു. കയ്യിലിരിക്കുന്ന തത്തക്കുഞ്ഞിനെ കൗതുകത്തോടെ ഒന്ന് നോക്കി ഭാഗ്യലക്ഷ്മി വേഗം തന്നെ പഞ്ഞിയും മഞ്ഞൾപ്പൊടിയുമായി മടങ്ങിയെത്തി. പഞ്ഞുകൊണ്ട് മുറിവുകളിലെ ചോരയൊപ്പി അയാൾ മഞ്ഞൾപ്പൊടി തൂവി. ഭാഗ്യലക്ഷ്മി അതിൻ്റെ കൊക്ക് പിളർത്തി ഇത്തിരി വെള്ളം ഇറ്റിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനെ ചാരുകസേരയിലാക്കി അവർ ഇരുവശത്തുമായി നിലത്തിരുന്നു. തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു. പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് അവർ ഓസ്ട്രേലിയയിലും കാനഡയിലും സ്ഥിരതാമസമാക്കിയ 2 ആൺമക്കളെക്കുറിച്ച് ഓർത്തു. മക്കൾ നാട്ടിലേക്ക് വന്നിട്ട് എത്ര കൊല്ലമായി എന്ന് ഒരുമിച്ച് നെടുവീർപ്പിട്ടു. പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയുന്നില്ലല്ലോ എന്ന് പിന്നെയും വിങ്ങിപ്പൊട്ടി. അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി, പിന്നെ കണ്ണു തുറന്നു. തത്തക്കൂട്ട് എന്ന ഈ കഥയിൽ കഠിനമായ അന്തസംഘർഷങ്ങൾ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളാണ് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും. ഇവർ വാർദ്ധക്യം ഏൽപ്പിച്ച ആഘാതങ്ങളോടൊപ്പം ഒറ്റപ്പെടലിൻ്റെ നൊമ്പരങ്ങളും അനുഭവിക്കുന്നവരാണ്. മക്കളും പേരക്കുട്ടികളും അടുത്തില്ല. പേരക്കുട്ടികളുടെ മുഖം പോലും അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. 2 ആൺമക്കൾ വിദേശത്താണ്. അവർ കൊല്ലങ്ങളായി വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു താങ്ങിലും തണലിലും ജീവിക്കാനുള്ള ഭാഗ്യം ഈ 2 കഥാപാത്രങ്ങൾക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തത്തക്കുഞ്ഞിനെ അപ്രതീക്ഷിതമായി അവരുടെ കൈകളിൽ എത്തിയപ്പോൾ ആ കുഞ്ഞിനെ ഒരു തൊട്ടിലിൽ കിടക്കുന്ന ആ തത്തക്കുഞ്ഞിനെ ഒരു തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരെ പോലെ അവർ നോക്കുകയാണ്. അത്രയും ശ്രദ്ധയോടുകൂടി തൻ്റെ കുഞ്ഞുങ്ങളെ മക്കളെ എങ്ങനെയാണോ തൊട്ടിലിൽ കിടത്തി ശ്രദ്ധയോടുകൂടി ഉറക്കിയത്, ആ സംതൃപ്തിയും സമാധാനവും അതവർക്ക് നൽകിയ, അതായത് മാതൃത്വമോ പിതൃത്വമോ അവർക്ക് നൽകിയ ആ സന്തോഷവും ഒക്കെ ഈ തത്തക്കുഞ്ഞിലൂടെ അവർ കാണാൻ ശ്രമിക്കുകയാണ്. അത്രയും സ്നേഹത്തോടെയും കരുതലോടെയും അവർ ആ തത്തക്കുഞ്ഞിനെ നോക്കി ഇരുന്നു. അവരുടെ ഉള്ളിലുള്ള ആ ഒറ്റപ്പെടലിൻ്റെ വിങ്ങൽ അനുഭവിച്ചതുപോലെ ആ തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി, പിന്നെ കണ്ണു തുറന്നു. കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് പറഞ്ഞു, ഇനി അത് ചത്തുപോവില്ല എന്ന് തോന്നുന്നു. അയാൾ എഴുന്നേറ്റ് തട്ടിൻ മുകളിൽ നിന്ന് പഴകിയ ഒരു കമ്പിക്കൂട് എടുത്തുകൊണ്ടുവന്നു. കുട്ടികൾ പണ്ട് അതിലൊരു മൈനയെ വളർത്തിയിരുന്നു. അത് ചത്തുപോയപ്പോൾ ഒരു അണ്ണാനെ, അതും ചത്തുപോയപ്പോൾ കൂട് തട്ടിൻ മുകളിൽ കയറ്റിയതാണ്. കുറച്ചു പഞ്ഞി ഒരു തോർത്തിൽ പരത്തി പൊതിഞ്ഞ് കിടക്ക പോലെയാക്കി ഭാഗ്യം കൂട്ടിൽ വെച്ചു. കുട്ടിക്കൃഷ്ണൻ തത്തക്കുഞ്ഞിനെ അതിൽ എടുത്തു കിടത്തി. കൂട് ഉമ്മറത്ത് തൂക്കുമ്പോൾ അയാൾ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു, ചിലപ്പോൾ അതിൻ്റെ തന്തേം തള്ളയും അന്വേഷിച്ച് വരുമായിരിക്കും. എന്നാൽ പിന്നെ പറന്നു പോകാറാവുമ്പോൾ കൂട് തുറന്ന് അവരുടെ കൂടെ വിടാലോ. അങ്ങനെ കുട്ടിക്കൃഷ്ണൻ തട്ടിൻ പുറത്തു നിന്നൊരു കമ്പിക്കൂട് സംഘടിപ്പിക്കുന്നു. ഭാഗ്യലക്ഷ്മി ഈ തത്തക്കുഞ്ഞിന് കിടക്കാനുള്ള കിടക്ക തയ്യാറാക്കി വയ്ക്കുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും ഈ തത്തക്കുഞ്ഞിൻ്റെ അമ്മയോ അച്ഛനോ വന്ന് കൂടിനടുത്ത് വന്ന് ബഹളം വയ്ക്കുമ്പോൾ ആ കൂട് തുറന്ന് ഈ കുഞ്ഞിനെ സ്വതന്ത്രമാക്കി വിടാമല്ലോ എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ഏതായാലും ഉമ്മറത്ത് ആ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ തത്തയുടെ തന്തയും തള്ളയും വരുന്നത് വരെ ആ കാണാവുന്ന രീതിയിൽ ആ വീടിന് ഉമ്മറത്ത് തന്നെ ആ കൂട് തൂക്കുകയും അതിൽ ആ തത്തക്കുഞ്ഞിനെ വയ്ക്കുകയും ചെയ്തു. പക്ഷേ വൈകുന്നേരം വരെ ആരും അതിനെ അന്വേഷിച്ചു വന്നില്ല. സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്ക് വെച്ച് ഭാഗ്യലക്ഷ്മി കൂട് തുറന്ന് തത്തക്കുഞ്ഞിനെ പുറത്തെടുത്തു. ചുണ്ടുകളിൽ 2-3 തുള്ളി പഴച്ചാർ ഇറ്റിച്ച് തിരികെ വയ്ക്കുകയും ചെയ്തു. കുട്ടിക്കൃഷ്ണൻ വിചാരിച്ചതുപോലെ തന്നെ അത് ചാവാതെ രക്ഷപ്പെട്ടു. ആരോഗ്യം വീണ്ടെടുത്തു എന്ന് തോന്നിയപ്പോൾ കൂട് തുറന്ന് അയാൾ പറഞ്ഞു, ഇനി പൊയ്ക്കോ. പക്ഷേ അവർ കരുതിയതുപോലെ ഈ തത്തക്കുഞ്ഞിൻ്റെ തന്തയും തള്ളയുമൊന്നും ആ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നില്ല. വൈകുന്നേരമായപ്പോൾ അതിന് വേണ്ടുന്ന ഭക്ഷണം ഭാഗ്യലക്ഷ്മി കൊടുക്കാനും മറന്നില്ല. കുട്ടിക്കൃഷ്ണൻ വിചാരിച്ചതുപോലെ തന്നെ അത് ചത്തുപോവാതെ രക്ഷപ്പെട്ടു. ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ കൂട് തുറന്ന് അതിനെ സ്വതന്ത്രയാകാൻ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ തത്തക്കുഞ്ഞ് ഒന്നും മനസ്സിലാവാത്തതുപോലെ അയാളുടെ നേർക്ക് മിഴിച്ചു നോക്കി. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദീനഭാവം അതിൻ്റെ കണ്ണുകളിൽ തെളിയുന്നത് അയാൾ അമ്പരപ്പോടെ കണ്ടു.
എന്നാലും കൂട് അടയ്ക്കാതെ തന്നെ അയാൾ അവിടെയൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ചുറ്റിപ്പറ്റി നിന്നു. അതിൻ്റെ ചിറകിന് വേണ്ടത്ര നീളവും ബലവും ഇല്ലായിരിക്കും കുട്ടി എന്ന് ഭാഗ്യലക്ഷ്മി അയാളെ ആശ്വസിപ്പിച്ചു. പേരക്കുട്ടികൾക്ക് കരുതി വെച്ച വാത്സല്യം മുഴുവൻ അവരിരുവരും തത്തക്കുഞ്ഞിൽ ചൊരിഞ്ഞു. വിശാലവും മനോഹരവുമായ ഒരു കൂട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചതിൻ്റെ പിറ്റേന്ന് തത്ത അയാളെ വിളിച്ചു. കുട്ടി. അയാൾക്ക് അത്ഭുതവും ആഹ്ലാദവും തോന്നി. എന്നാലും മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഇതിനെ മറ്റു തത്തകൾ കൂട്ടത്തി കൂട്ടിയെന്നു വരില്ല. അതുകൊണ്ട് എത്രയും വേഗം തുറന്നു വിട്ടേക്കാം എന്ന് പറഞ്ഞ് അയാൾ രണ്ടാമതും കൂടിൻ്റെ വാതിൽ തുറന്നു വെച്ചു. അപ്പോഴും അതിൻ്റെ കണ്ണുകളിൽ ആ പഴയ ഭാവം തെളിയുന്നത് കണ്ട് അയാൾ ചിന്താക്കുഴപ്പത്തിലായി. അന്നേരം ഭാഗ്യലക്ഷ്മി ചിരിച്ചു. കുട്ടിക്കൃഷ്ണനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ തത്ത തുറന്നുകൊടുത്ത വാതിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദീനഭാവത്തോടു കൂടി അയാളെ നോക്കുകയാണ് ചെയ്തത്. ആ കൂടിൻ്റെ വാതിൽ അടയ്ക്കാതെ തന്നെ കുറച്ചു നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നെങ്കിലും തത്ത കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതേയില്ല. അതിൻ്റെ ചിറകിന് വേണ്ടത്ര നീളമോ ബലമോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് പറന്നു പോകാത്തത് എന്ന് ഭാര്യ ആശ്വസിപ്പിച്ചു. അതിനെ കുറച്ചുകൂടി സൗകര്യമുള്ള മനോഹരമായൊരു കൂട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം തത്ത ആദ്യമായി തന്നെ സംരക്ഷിച്ച ആ കഥാനായകനെ കുട്ടി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ഇത് കേട്ട് അയാൾക്ക് അത്ഭുതവും ആഹ്ലാദവും തോന്നിയെങ്കിലും അതൊട്ടും അയാൾ പ്രോത്സാഹിപ്പിക്കാൻ നിന്നില്ല. അതിന് പിന്നിലൊരു കാരണമുണ്ട്. മനുഷ്യരുടെ ഭാഷ ഈ തത്ത പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ കൂട്ടത്തിലേക്ക്, തത്തകളുടെ മറ്റു കൂട്ടത്തിലേക്ക് പോകുമ്പോൾ അവർ കൂട്ടത്തിൽ കൂട്ടിയില്ലെങ്കിലോ എന്ന ഒരു ഭയമായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞിനോടെന്ന പോലെ സ്നേഹവും കരുതലുമാണ് ഇവിടെ കുട്ടിക്കൃഷ്ണൻ ആ തത്തയോട് കാണിക്കുന്നത്. വീണ്ടും ആ തത്തയെ തുറന്നു വിടാൻ രണ്ടാമതും കൂടിൻ്റെ വാതിൽ അയാൾ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോഴും ആ പഴയ ഭാവം കണ്ണുകളിൽ തെളിയുന്നത് കണ്ട് അയാൾക്ക് അത്ഭുതവും ചിന്താക്കുഴപ്പവും ഉണ്ടായി. അപ്പോൾ ഭാഗ്യലക്ഷ്മി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. തത്തമ്മ പെണ്ണിന് കുട്ടിയെ വിട്ടുപോവാൻ തോന്നണുണ്ടാവില്ല. അപ്പോൾ തത്ത ഒന്ന് അമർത്തി മൂളി നീട്ടി വിളിച്ചു. ഭാഗ്യം ഒരു നിമിഷം വായ് പൊളിച്ചു നിന്നു. പിന്നെ താടിക്ക് കൈ കൊടുത്ത് ആലോചനയിലാണ്ടു. ഒടുവിൽ പാതി കളിയായി തത്തയോട് പറഞ്ഞു, നീ നാവ് വടിക്കാത്തോണ്ടാ ഭാഗ്യം എന്ന് വിളിക്കുന്നത്. നാളെ തൊട്ട് കരിമ്പനയോല തരണ്ട്. കരിമ്പനയോല കൊക്കുകൊണ്ട് ചീന്തിത്തള്ളി തത്ത ഭാഷ തെളിഞ്ഞു. എങ്കിലും പാക്യം എന്ന വിളിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കൊക്കെ മിന്നൽ സന്ദർശനം നടത്തുന്ന അയൽപ്പക്കത്തെ കണ്ടൻ പൂച്ചയോട് ഭാഗ്യം ദേഷ്യപ്പെട്ടു. പോ പൂച്ചേ, അവൾ ഞങ്ങളുടെ മോളാ, തൊട്ടുപോകരുത്. കുട്ടിക്കൃഷ്ണനും പൂച്ചയെ ഓടിച്ചു. കടന്നു പോയിക്കോ, അവൻ ഞങ്ങളുടെ മോനാ. ഇതൊക്കെ കണ്ടും കേട്ടും തത്തക്കൂടിനു കുറുകെ വച്ച ഇല്ലിക്കമ്പിലിരുന്ന് കിക്കി കിക്കി എന്ന് ചിരിച്ച് മറിഞ്ഞു. ചിലപ്പോഴൊക്കെ ഒരു പടി കൂടി കടന്ന് അവരെ കളിയാക്കാനും തുടങ്ങി. പാക്യം, ദേ കണ്ടംപൂച്ച വന്നൂട്ടോ എന്ന വിളി കേട്ട് അടുപ്പത്ത് എന്തോ ഇളക്കിക്കൊണ്ടിരുന്ന ഭാഗ്യം തവിയോടെ രംഗപ്രവേശനം ചെയ്തപ്പോൾ തത്ത പൂഹോയ് എന്ന് ആർത്തു വിളിച്ചു. തവിക്കണ ഓങ്ങി ഭാഗ്യം കയർത്തു. പുലി വന്നേ എന്നു കൂക്കി വിളിച്ച ഒരുത്തൻ്റെ കഥ കേട്ടിട്ടുണ്ടോ നീയെ? മക്കളും പേരക്കുട്ടികളും സ്നേഹത്തണലായി ഇല്ലാത്ത ഈ വൃദ്ധ ദമ്പതിമാരുടെ ലോകത്തിലേക്കാണ് ഈ തത്തക്കുഞ്ഞ് കടന്നു വന്നിരിക്കുന്നത്. ഇത്തരം വാർദ്ധക്യ ജീവിത കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. വളർത്തു മൃഗങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഇത്തരം വൃദ്ധ ദമ്പതിമാരെയും നമ്മൾ നിത്യജീവിതത്തിൽ കാണാറുണ്ടല്ലോ. സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയെ ഈ കഥയിൽ നമുക്ക് കാണാം. ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ ധാരാളം ഉണ്ടായിട്ട് പോലും ഈ തത്ത അവരെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാവുന്നില്ല. 2 തവണയും അതിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത്, ആ കൂടിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത് കുട്ടിക്കൃഷ്ണൻ ആ തത്തയെ സ്വതന്ത്രയാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ദീനഭാവത്തോടു കൂടി ആ തത്ത അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. പതിയെ കുട്ടി എന്നും പാക്യം എന്നും വിളിച്ച് അവർ ഇരുവരുടെയും അരുമയായി മാറുകയാണ് ഈ തത്തക്കുഞ്ഞ്. പേരക്കുട്ടികൾക്കോ മക്കൾക്കോ കൊടുക്കാനായി കരുതി വെച്ച സ്നേഹം മുഴുവൻ അവർ ഈ തത്തക്കുഞ്ഞിന് കൊടുക്കുന്നു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ തത്തയെ അവനെന്നും അവളെന്നും, അതായത് മോളാണ് എന്നും മകനാണ് എന്നുമൊക്കെ അവർ മനസ്സിൽ കരുതുന്നു. കണ്ടൻ പൂച്ചയെ പേടിപ്പിച്ച് ഓടിക്കുന്നു.
വേണ്ടത്ര കരുതൽ കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട് ആ തത്ത ഭാഷ തെളിഞ്ഞു. ആ സ്നേഹത്തിൻ്റെ ഭാഷ പതുക്കെ പതുക്കെ ആ മനുഷ്യേതര ജീവിയും ഉൾക്കൊള്ളുകയാണ്. കരിമ്പനയോല കൊക്കുകൊണ്ട് ചീന്തിത്തള്ളി തത്തഭാഷ തെളിഞ്ഞു എന്ന്. ആ വാക്യം ശ്രദ്ധിക്കുക. വളരെ മനോഹരമായ ആന്തരികാർത്ഥമുള്ള ഒരു വരിയാണത്. കരിമ്പനയോല കൊക്കുകൊണ്ട് ചീന്തിത്തള്ളി തത്തഭാഷ തെളിഞ്ഞു. ആ മൂവർക്കുമിടയിലുള്ള സ്നേഹത്തിൻ്റെ ഭാഷയാണത്. ആ ഭാഷ പതുക്കെ പതുക്കെ തെളിഞ്ഞു. മക്കളും പേരക്കുട്ടികളുമൊക്കെ അടുത്തുള്ളപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അനുഭവിക്കേണ്ടിയിരുന്ന സന്തോഷവും കളിചിരിയും ആ സ്നേഹത്തിൻ്റെ വായ്പും ആ സ്നേഹത്തണലും സാന്ത്വനവുമൊക്കെ ഇവിടെ അവരിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെയാണ് ആ ഭാഷ തെളിഞ്ഞു വന്നത്. കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിക്കും ഇടയിലുള്ള ആ സ്നേഹത്തിൻ്റെ തോത് മനസ്സിലാക്കിയ ഈ തത്ത ഒരു പടി കൂടി കടന്ന് കളിയാക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട് ഇവിടെ. കണ്ടൻ പൂച്ച വന്നൂട്ടോ എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇടയ്ക്ക് ഈ തത്ത. അപ്പോൾ ഭാഗ്യലക്ഷ്മി അടുക്കളയിൽ നിന്ന് ഓടി വരുമ്പോഴാകട്ടെ പൂഹോയ് എന്ന് വിളിച്ച് ആർത്ത് ചിരിക്കുന്നു. ദേഷ്യം അഭിനയിച്ചുകൊണ്ട് ഇവിടെ ഭാഗ്യലക്ഷ്മി പറയുന്നു, പുലി വന്നേ എന്ന കഥ കേട്ടിട്ടുണ്ടോ നീയെ? ഒടുവിൽ കണ്ടൻ പൂച്ച വരികയും നിന്നെ പിടിക്കുകയും ചെയ്യും എന്നിങ്ങനെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇല്ലല്ലോ എന്ന് തത്ത കൊഞ്ഞനം കുത്തി. ഇപ്പോൾ തീരെ നേരമില്ല, ഒരു ദിവസം പറഞ്ഞു തരണ്ട് എന്ന് ദേഷ്യം അഭിനയിച്ച് ഭാഗ്യം അടുക്കളയിലേക്ക് തന്നെ മടങ്ങി. കുട്ടി വിരുന്നുകാർ പടികടന്ന് വരണുണ്ട് കേട്ടോ എന്നു തത്ത വിളിച്ചു പറഞ്ഞത് കേട്ട് ആരാപ്പ എന്ന് ചോദിച്ച് കുട്ടിക്കൃഷ്ണൻ ഉമ്മറത്തെത്തിയപ്പോഴും തത്ത പൂഹോയ് എന്ന് ആർത്തു വിളിച്ചു. ആ ഇടയ്ക്ക് ഒരു ദിവസം ഭാഗ്യം പറഞ്ഞു, നിനക്കിപ്പോൾ കുറുമ്പിത്തിരി കൂടണുണ്ട്, ഒരു നല്ല തത്തച്ചെറുക്കനെ കിട്ടിയിട്ട് വേണം കെട്ടിച്ചു വിടാൻ. ഭാഗ്യലക്ഷ്മിയെ മാത്രമല്ല, ഇടയ്ക്ക് കുട്ടിക്കൃഷ്ണനെയും വിരുന്നുകാർ പടികടന്ന് വരുന്നുണ്ട് എന്നിങ്ങനെ നീട്ടി വിളിച്ച് തത്ത കബളിപ്പിക്കാറുണ്ട്. ഈ ഒരു സന്ദർഭം എഴുത്തുകാരി തന്നെ പറയുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇതുപോലെ ഒരു തത്തയെ ആ വീട്ടിൽ വളർത്തുന്നുണ്ട്. ആ തത്തയാകട്ടെ ഇതുപോലെ വിരുന്നുകാർ കടന്നു വരുമ്പോൾ വിരുന്നുകാർ വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് വീട്ടുകാരെ അറിയിക്കുന്നത്. അപ്പോൾ ഈ കഥ എഴുതാനുണ്ടായ സന്ദർഭങ്ങളിൽ ഒന്നായിട്ട് ഗ്രേസി ഈ കാര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഏതായാലും അവരുടെ ആഹ്ലാദകരമായ ആ ജീവിതത്തിനിടയ്ക്ക് തമാശയായിട്ട് ഭാഗ്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഭാഗ്യം തത്തയെ കാണുന്നത് മകളായിട്ടാണ്. നിന്റെ കുറുമ്പ് കൂടുന്നുണ്ട്, ഒരു തത്ത ചെറുക്കനെ കിട്ടിയിട്ട് വേണം നിന്നെ കെട്ടിച്ചു വിടാൻ എന്ന് കളിയാക്കുന്നു. ഇല്ലിക്കമ്പിൽ കാൽവിരലുകൊണ്ട് ഇറുക്കിപ്പിടിച്ച് സർക്കസിലെ ബാർ അഭ്യാസിയെ പോലെ ഒരു ഉടൽ പച്ചവട്ടം വരച്ച് തത്ത തറുതല പറഞ്ഞു, അപ്പോൾ കുറുമ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ ഭാഗ്യത്തിനെ കെട്ടിച്ചു വിട്ടത്? അതു കേട്ട് കുട്ടിക്കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. അമർത്തിയ ഒരു ചിരിയോടെ ഞാൻ തോറ്റേ എന്ന മട്ടിൽ ഭാഗ്യം അകത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, എത്ര രസകരമായിട്ടുള്ള മറുപടിയാണ് ആ തത്ത പറഞ്ഞത്. തന്നെ കെട്ടിച്ചു വിടാൻ കാരണമായത് തൻ്റെ കുറുമ്പാണെങ്കിൽ ഭാഗ്യത്തെ കെട്ടിച്ചു വിട്ടതും അതേ കുറുമ്പ് കൊണ്ട് തന്നെയാണോ എന്ന് ഒരു വിശേഷ ബുദ്ധിയില്ലാത്ത നമ്മൾ കരുതുന്ന ഒരു തത്തയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഈ വൃദ്ധ ദമ്പതിമാർക്ക് അതൊരു തത്തയാണെന്ന് തോന്നാനുള്ള സാഹചര്യമേ ഉണ്ടാകുന്നില്ല. അവരുടെ അടുത്ത ബന്ധു അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത മകനോ പേരക്കുട്ടിയോ സുഹൃത്തോ ഒക്കെ എന്ന രീതിയിലാണ് ഈ തത്ത അവരോട് പെരുമാറുന്നത്. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ കൂടിനടുത്ത് വന്ന് ഒരു രഹസ്യം പറഞ്ഞു, നീ ഒന്നാന്തരം ഒരു തത്തപ്പെണ്ണിനെ വിളിച്ച് കൂട്ടിക്കേറ്റ്, കല്യാണം നമുക്ക് കെങ്കേമമായിട്ട് നടത്താംന്നേ. ചിറക് മെല്ലെ കോതി ഒതുക്കി തത്ത ഒരു തത്വം വിളമ്പി. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടി. കുട്ടിക്കൃഷ്ണനാകട്ടെ ആ തത്ത മകനാണ്. നിനക്ക് ഇഷ്ടമുള്ള ഒരു തത്തപ്പെണ്ണിനെ കൂട്ടിക്കേറ്റ് കല്യാണം ഗംഭീരമായി നടത്താം എന്നിങ്ങനെ ഒരു മകനോടെന്ന പോലെ പറയുമ്പോൾ അതിനും തറുതല പറയുകയാണ് ഇവിടെ തത്തക്കുഞ്ഞ്, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. കുട്ടിക്കൃഷ്ണൻ ഒരു ആലോചനാഭാവത്തോടെ ചാരുകസേരയിലേക്ക് മടങ്ങി. അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞതു തന്നെയില്ല. മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ തത്ത വിളി തുടങ്ങും, ഭാഗ്യം ഭാഗ്യം എനിക്ക് വിശക്കുന്നു. കണ്ണ് നേരിയതിൻ്റെ തുമ്പുകൊണ്ടൊപ്പി പുഞ്ചിരിയോടെ ഭാഗ്യം ഊണുമുറിയിലെ മേശപ്പുറത്ത് നിന്ന് ഒരു പഴമെടുത്ത് കൂടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളും. നീ പച്ചത്തത്തയല്ല പച്ചക്കള്ളിയാണട്ടോ എന്ന് കൊഞ്ചിക്കുകയും ചെയ്യും.
കുട്ടിക്കൃഷ്ണൻ ചാരുകസേരയിൽ കിടന്ന് ഓർമ്മകളിൽ മുഴുകി നിശബ്ദനാകുമ്പോഴും തത്ത വിളിക്കും, വാക്യം വേഗം വാ, കുട്ടി എന്തോ ഓർത്ത് വിഷമിക്കണുണ്ട്. ഇവിടെ മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു തുടങ്ങുന്ന തത്ത വളരെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അവരുടെ ഉള്ളിലുള്ള വേദനകൾ പോലും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിയുന്ന തരത്തിൽ ആ തത്ത മാറിയിരിക്കുകയാണ്. സ്നേഹം എന്നത് ഒരേ വർഗത്തിൽ പെടുന്നവർക്ക് മാത്രമല്ല. സ്നേഹത്തിന് ഭാഷയില്ല എന്ന് പറയുന്നതൊക്കെ എത്ര സത്യമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കപ്പെട്ടിട്ടും സ്നേഹത്തിൻ്റെ കൂട്ടിൽ അകപ്പെട്ടിരിക്കാനാണ് ഇവിടെ തത്ത ആഗ്രഹിക്കുന്നത്. തത്തയും ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും സൗഹൃദവും ഇടപെടുന്ന രീതികളും ഒക്കെ അതിമനോഹരമായ രീതിയിലാണ് ഗ്രേസി ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കുട്ടിക്കൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തിൽ അവരുടെ സംസാരത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കുന്നത് പോലെയുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിത രീതിയുണ്ട്. ഇതാണ് കഠിനമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പോലും അവരുടെ നൊമ്പരങ്ങളെ ഇല്ലാതാക്കുന്നത്. ഈ വിധം തത്ത ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ലാഘവത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനും പ്രതികരിക്കുന്നതിനും അവരെ പ്രാപ്തരാക്കുന്നു. തത്ത സ്വതസിദ്ധമായ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതേ ലാഘവത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. പേരക്കുട്ടികൾക്ക് കരുതി വെച്ച സ്നേഹവും വാത്സല്യവും തത്തയിലേക്ക് അവർ ചൊരിയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള തത്തയെയാണ് കുട്ടിക്കൃഷ്ണൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായത്. 41 കൊല്ലം കൂടെ ജീവിച്ച ഭാര്യ നെഞ്ചത്ത് വലം കൈ അമർത്തി നിന്ന നിൽപ്പിൽ വീണു മരിച്ചപ്പോൾ അയാൾക്കും ഈ ലോകം വേണ്ടെന്നായി. കണ്ണീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയതുകൊണ്ട് തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് നിശബ്ദം അയാളുടെ തോളിൽ വന്നിരുന്നു. മുഖത്തെ നരച്ച രോമക്കാടുകളെ നനച്ച് കണ്ണീർ തുള്ളികൾ മെല്ലെ താഴേക്കൊഴുകുന്നത് കനിവോടെ നോക്കി. പിന്നെ ചുണ്ടുകൊണ്ട് രോമക്കാടുകളിൽ മെല്ലെ ചികഞ്ഞ് ആശ്വസിപ്പിച്ചു, കുട്ടി കരയല്ലേ, കരയല്ലേ. കുട്ടിക്കൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തിന് നിറം പകരാനും വർണ്ണാഭമായ ആ ലോകത്ത് പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനും പ്രാപ്തരാകും വിധം തത്ത അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. ആ ഇടയ്ക്കാണ് അപ്രതീക്ഷിതമായി ഭാഗ്യലക്ഷ്മിയുടെ മരണം സംഭവിക്കുന്നത്. 41 വർഷം തൻ്റെ കൂടെ ജീവിച്ച തൻ്റെ ഭാര്യ പെട്ടെന്ന് നിന്ന നിൽപ്പിൽ മരിച്ചു വീണപ്പോൾ അയാൾക്ക് ഈ ലോകം തന്നെ വേണ്ടെന്നായി. അതുകൊണ്ടാണ് ഈ കഥയുടെ തുടക്കത്തിൽ ഇനി നീ മാത്രമായിട്ട് എന്തിനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കൂട് തുറന്നു വിട്ട് തത്തയോട് സ്വതന്ത്രമായി പോകാനായിട്ട് ഇവിടെ കുട്ടിക്കൃഷ്ണൻ പറയുന്നത്. കണ്ണീർ കാഴ്ച മറച്ചതുകൊണ്ട് തത്ത കൂട്ടിൽ നിന്ന് ഇറങ്ങിയത് അയാൾ കാണുന്നില്ല. ഇങ്ങനെ കുട്ടിക്കൃഷ്ണൻ തത്തയെ സ്വതന്ത്രമായി പോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും തത്ത തന്നെ സംരക്ഷിച്ച കുട്ടിക്കൃഷ്ണനോട് ഒരു അച്ഛനോടൊന്ന പോലെയുള്ള വാത്സല്യം കാണിക്കുന്നത് എത്ര രസകരമായാണ് ഇവിടെ കഥാകാരി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. ഒരു മകൻ അല്ലെങ്കിൽ മകൾ അമ്മ മരിച്ച അച്ഛനെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഹൃദയനൈർമല്യത്തോടു കൂടിയാണ് ഇവിടെ തത്ത അയാളുടെ ചുമലിൽ വന്നിരിക്കുന്നതും കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കരയല്ലേ, കരയല്ലേ. പഠിച്ച ഭാഷയാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ വികാരം ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുട്ടി കരയല്ലേ എന്ന് ആശ്വസിപ്പിക്കുവാൻ ഇനി കുട്ടിക്കൃഷ്ണന് ആ തത്ത മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ കഥാന്ത്യം ഏറെ ഹൃദയസ്പർശിയായി മാറുന്നുണ്ട്. കഥ മാത്രമല്ല, ആ കഥയ്ക്ക് കഥാകാരി കൊടുത്തിരിക്കുന്ന തലക്കെട്ടും ഏറെ ശ്രദ്ധേയമാണ്. തത്തക്കൂട്ട് എന്ന കഥാശീർഷകം നിരവധി അർത്ഥതലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. തത്തക്കൂട് പാരതന്ത്ര്യത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും പ്രതീകമാണ്. എന്നാൽ തത്തക്കൂട്ട് വാർദ്ധക്യത്തിലെ ഏകാന്തതയിൽ സ്നേഹക്കൂട്ടായി കഥയിൽ മാറുന്നു. കഥയുടെ അന്ത്യത്തിൽ ഭാഗ്യലക്ഷ്മി ഇല്ലാതെയുള്ള ജീവിതത്തിൽ തനിച്ചാകുമ്പോൾ തത്ത കുട്ടിക്കൃഷ്ണന് കൂട്ടാവുകയാണ് ചെയ്യുന്നത്. ആ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ കഥയുടെ ശീർഷകത്തിൽ പോലും ഏറെ വൈവിധ്യമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് കഥാഭാഗം. കഥ എല്ലാവരും ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.